നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. പി ദിവ്യ വാ തുറന്നാൽ എയറിലാണ്. മര്യാദയ്ക്ക് രണ്ട് വാക്ക് തള്ളി മറിക്കാൻ പോലും പി ദിവ്യയെ മലയാളികൾ അനുവദിക്കാറില്ല. സോഷ്യൽ മീഡിയയിൽ എന്തെങ്കിലും ഒന്ന് പോസ്റ്റ് ചെയ്താൽ തൊട്ട് താഴെ മലയാളികൾ എല്ലാവരും ചേർന്ന് നല്ല ഒന്നാന്തരം അടി കൊടുക്കും, എയറിലാക്കുകയും ചെയ്യും. ഇപ്പോൾ വീണ്ടും സഖാത്തി ഒരു പോസ്റ്റ് ഇട്ടിട്ടുണ്ട്. പക്ഷെ പോസ്റ്റ് ഇട്ടത് നല്ല ബൂമറാങ്ങായി സ്വന്തം മൂട്ടിൽ തന്നെ വീട് പൊട്ടിയിരിക്കുകയാണ്. സഖാത്തി കുറിച്ചത് ഇങ്ങനെയാണ്: വാളയാറിൽ സംഭവിച്ചത് എന്താണെന്ന് എല്ലാവർക്കും അറിയാം, എന്നാലും പറയില്ല. സത്യം മറയ്ക്കുള്ളിലായിരുന്നു. എങ്കിലും എന്നെങ്കിലും എല്ലാ സത്യവും പുറത്തു വരും എന്ന് മറച്ചു പിടിക്കുന്നവർ ഓർക്കുക. വേട്ടക്കാർ ഓർക്കുക, വേട്ടയാടപ്പെടുന്നവർക്കും ഒരു ദിവസം ഉണ്ടാകും. ഇതായിരുന്നു സഖാത്തി തള്ളിമറിച്ചത്. ഈ വാളയാറിന്റെ കൂട്ടത്തിൽ സ്വന്തം കാര്യം കൂടി ഒന്ന് കൂട്ടിക്കലർത്തി ഒരു പോസ്റ്റ് ഇട്ടതാണ്. പക്ഷെ മലയാളി വെറുതെ വിടുമോ? അവർ നല്ല ഒന്നാന്തരം പെട കൊടുത്തിട്ടുണ്ട് കമന്റ് ബോക്സിൽ. സഖാത്തിയും ഇതൊന്ന് ഓർത്തു വെക്കുന്നത് നല്ലതാണ്. എല്ലാ കാലത്തും എല്ലാം മൂടി വെക്കാൻ കഴിയില്ല. ഒരിക്കൽ എല്ലാ സത്യങ്ങളും പുറത്തേക്ക് തന്നെ വരും. വേട്ടയാടപ്പെടുന്നവർക്കും ഒരു ദിവസം ഉണ്ടാകും. ആ ഓർമ്മ നിങ്ങൾക്കും, നിങ്ങൾ കൊണ്ടു നടക്കുന്ന പ്രസ്ഥാനം, തള്ളിമറിച്ച് തലയ്ക്ക് മുകളിൽ കൊണ്ടു നടക്കുന്ന CPM എന്ന പ്രസ്ഥാനവും അതൊന്ന് ഓർത്ത് വെക്കുന്നത്, മറന്നുപോയാൽ അടിവരയിട്ട് എവിടെയെങ്കിലും ഒന്ന് എഴുതി വെക്കുന്നത് നന്നായിരിക്കുമെന്നാണ് മലയാളിയുടെ മറുപടി. ചേച്ചി, ഈ ഉപദേശിക്കലും മറ്റേ പരിപാടിയും കൂടി ഇറങ്ങരുത്. മലയാളി രണ്ടും കൂടെ എടുക്കില്ല. നിങ്ങൾക്ക് തന്നെ ദഹിക്കാത്ത കാര്യങ്ങളാണ് നിങ്ങൾ ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അല്പമെങ്കിലും ഉളുപ്പുണ്ടെങ്കിൽ മിണ്ടാതെ ഏതെങ്കിലും മൂലയ്ക്ക് ഒതുങ്ങിയിരിക്കുക. ഇതായിരുന്നു മറ്റു ചിലർ കുറിക്കുന്നത്. അതിനാണല്ലോ CBI അന്വേഷണം ആവശ്യപ്പെടുന്നത്. അതിന് തടയിടുന്നത് സർക്കാരല്ലേ ചേച്ചി? ചേച്ചി പറഞ്ഞതുപോലെ തന്നെയാണ് കാര്യങ്ങൾ. എല്ലാ സത്യങ്ങളും പുറത്തേക്ക് വരും. ഒരു സമയത്ത് അതൊക്കെ മറ നീക്കി പുറത്താകും. കാലം ഒന്നിനും മാപ്പു തരില്ല. താങ്കൾക്കെതിരെയുള്ള കേസും ഇതേ ഗതിയാകുമെന്ന് കാലം തെളിയിക്കും. സത്യം എത്ര നാൾ മൂടി വെക്കാൻ കഴിയും? അതൊരു നാൾ പുറത്തു വരിക തന്നെ ചെയ്യും. ലാൽ സലാം സഖാത്തി. ആ യാത്രയായപ്പോ യോഗത്തിൽ ക്ഷണിക്കാതെ ചെന്ന് സത്യസന്ധനായ ഒരു ഉദ്യോഗസ്ഥനെ വേട്ടയാടിയതും അത് വീഡിയോ ചിത്രീകരിച്ച് പരസ്യമാക്കി അവഹേളിച്ച് അദ്ദേഹത്തെ മരണത്തിലേക്ക് തള്ളിവിട്ടതുപോലൊരു വേട്ടയാടൽ സമീപകാലത്ത് കേരളത്തിൽ വേറെ ഉണ്ടായിട്ടില്ല സഖാവേ. സഖാത്തിയുടെ കയ്യിൽ വിലങ്ങ് വീഴുന്ന ആ ദിവസത്തിന് വേണ്ടിയാണ് കേരളം കാത്തിരിക്കുന്നത്. തീർച്ചയായും അതുണ്ടാകും. ചേച്ചിയെ വെളുപ്പിക്കാൻ ഒരു കൂട്ടർ സൈബർ ഇടത്തിൽ പണിയെടുക്കുന്നുണ്ടല്ലോ. ആ PR വർക്ക് സഖാക്കളോടും കൂടി ഒന്ന് പറയണം. എല്ലാം ഒരു ദിവസം പുറത്താകുമെന്ന്. അതുകൊണ്ട് ക്യാപ്സൂളിന്റെ തീവ്രത കുറച്ചൊന്ന് കുറയ്ക്കുന്നത് നന്നായിരിക്കും. ഇങ്ങനെ വളരെ വലിയ രീതിയിൽ പി ദിവ്യയ്ക്ക് എതിരെ ശക്തമായ വാക്കുകൾ ഉപയോഗിച്ചാണ് മലയാളികൾ കമന്റുകൾ രേഖപ്പെടുത്തിയിരിക്കുന്നത്. അത് അവരോടുള്ള ഒരു വെറുപ്പ് കാണിക്കുന്നത് കൂടിയാണ് മലയാളികൾ. കാരണം കേരളം ഇത്രത്തോളം അതിശക്തമായി CPM-നെതിരെ അല്ലെങ്കിൽ CPM-ന്റെ ഒരു നേതാവിനെതിരെ ഈ അടുത്ത കാലത്തൊന്നും ഇത്രത്തോളം പൊട്ടിത്തെറിച്ചിട്ടുണ്ടാകില്ല. പ്രത്യേകിച്ചും സ്ത്രീകളാണ് ഏറ്റവും കൂടുതൽ പി ദിവ്യക്കെതിരെ നിൽക്കുന്നത്. ഇവർ പറയുന്ന ന്യായീകരണം ഇതുവരെ എന്താണെന്ന് നമുക്ക് മനസ്സിലാകുന്നില്ല. കാരണം ഇവരിപ്പോഴും വാദിക്കുന്നു സതുദ്ദേശത്തോടെ ഞാൻ ചെയ്തതാണ് എന്ന്. നിങ്ങൾ സതുദ്ദേശത്തോടെ ചെയ്തതാണെങ്കിൽ എന്തിനു വേണ്ടിയാണ് പി ദിവ്യ അതിന്റെ വീഡിയോ എടുത്ത് പ്രചരിപ്പിച്ചത്? നിങ്ങൾ സതുദ്ദേശത്തോടെ ചെയ്തതാണെങ്കിൽ ആ മനുഷ്യനെ എല്ലാവരുടെയും മുൻപിൽ വെച്ച് അപമാനിക്കുകയായിരുന്നില്ല ചെയ്യേണ്ടിയിരുന്നത്. അങ്ങനെ ഒരു തെറ്റ് അയാൾ ചെയ്തിട്ടുണ്ടെങ്കിൽ അദ്ദേഹത്തിനെതിരെ നിയമ നടപടി മറ്റു രീതികളിൽ സ്വീകരിക്കാമായിരുന്നല്ലോ. അതൊന്നും ചെയ്യാതെ നിങ്ങൾ കയറി ചെന്ന് അവിടെ ഒരു പട്ടി ഷോ കാണിക്കേണ്ട ആവശ്യം എന്തായിരുന്നു? അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം. പിന്നീട് നിങ്ങൾ പറഞ്ഞതെല്ലാം കള്ളമാണെന്ന് പൊളിഞ്ഞടുങ്ങി വീണില്ലേ? മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ പ്രശാന്തനെ കൊണ്ട് പരാതി കൊടുപ്പിച്ചു എന്ന് നിങ്ങൾ പറഞ്ഞു. പക്ഷെ അങ്ങനെ ഒരു പരാതി മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ കിട്ടിയിട്ടില്ല എന്ന് മുഖ്യമന്ത്രിയുടെ ഓഫീസ് തന്നെയാണ് വ്യക്തമാക്കിയത്. പിന്നെ ഈ പരാതിയിലെ ഒപ്പ് അത് വ്യാജമാണെന്ന് ആ സമയത്ത് തന്നെ തെളിഞ്ഞതാണ്. ഇതിലേറ്റവും പ്രധാനപ്പെട്ടത് നവീൻ ബാബു കൈക്കൂലി വാങ്ങി എന്ന് തെളിയിക്കാൻ നിങ്ങളുടെ കക്ഷ തിരിക്കുന്ന വിജിലൻസിനെ കൊണ്ടുപോലും കഴിഞ്ഞിട്ടില്ല. പിന്നെ എങ്ങനെയാണ് ആ മനുഷ്യൻ കുറ്റക്കാരനാണെന്ന് നിങ്ങൾ പറയുന്നത്? നിങ്ങൾക്ക് പിന്നിലുള്ള മാഫിയ ആ മനുഷ്യനെ ഇല്ലാതാക്കിയതാണെന്ന് ആർക്കാണ് അറിയാത്തത്? പിന്നെ എല്ലാം അങ്ങ് നേടി എന്നുള്ള അഹങ്കാരമൊന്നും നിങ്ങൾക്ക് വേണ്ട. കാരണം നിയമ പോരാട്ടവുമായി മുൻപോട്ട് പോകുമെന്ന് തൊട്ടപ്പുറത്ത് മഞ്ജുഷ പ്രഖ്യാപിച്ചിട്ടുണ്ട്. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.